പാക് പ്രകോപനങ്ങൾ തുടരുന്നതിനിടെ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. ഡൽഹിയിൽ സൈനിക മേധാവികളുമായി മാരത്തൺ ചർച്ചകൾ. തുടർ നടപടികൾ വ്യക്തമാക്കാൻ പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ 6 മണിക്ക് മാധ്യമങ്ങളെ കാണും. അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയാണ്. പഞ്ചാബിലെ ബട്ടിണ്ടയിലും അമൃത്സറിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതിനിടെ ഇന്ത്യക്കെതിരായ ആണവ യുദ്ധ ഭീഷണിയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന പാക് ആരോപണം താലിബാൻ ഭരണകൂടം തള്ളുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാറും ബൽറാം നെടുങ്ങാടിയും വിനീത വിജിയും അജീഷ് ജയകുമാറും ശ്രീനാഥ് ചന്ദ്രനും അനിൽ വാസുദേവും ചേരും. ആദ്യം നമ്മൾ പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ശ്രീനഗറിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കും. ബൽറാം, നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? ബൽറാം. ഉന്മേഷ്, ശ്രീനഗറിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അല്പസമയമായി, ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി മറ്റ് ശബ്ദങ്ങളോ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങളോ മറ്റോ ഒന്നും തന്നെ ശ്രീനഗർ നഗരത്തിലില്ല. എന്നാൽ ഇന്ന് രാവിലെ ശ്രീനഗർ നഗരം ഉണർന്നത് തന്നെ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ്. 5:50-ന് 2 സ്ഫോടന ശബ്ദങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. അത് ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി അല്പസമയത്തേക്ക് പടർത്തി. എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് അത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനവും പാക് വിമാനവും തമ്മിൽ ശ്രീനഗറിൻ്റെ ആകാശത്ത് വെച്ച് നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അല്പസമയത്തിന് ശേഷം പാക് വിമാനത്തിൻ്റെ ഏതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ശ്രീനഗറിൻ്റെ പരിസരത്തുള്ള ജനവാസ മേഖലകളിൽ നിന്നും കണ്ടെത്തി. ഇജക്ടർ അടക്കമുള്ള ഉപകരണങ്ങളുടെ ഭാഗങ്ങളാണ് ഈ പ്രദേശത്ത് നിന്നും ജനവാസ മേഖലയിൽ ഒരു വീടിൻ്റെ പിൻമുറ്റത്ത് നിന്നും കണ്ടെത്തിയത്. അത് സുരക്ഷാ ഏജൻസികൾ ശേഖരിക്കുകയും അത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. പൈലറ്റ് ഈ വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്തു എന്ന് സംശയിക്കുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും 3 ജില്ലകളിൽ തുടരുകയാണ്. ഒപ്പം തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ദാൽ തടാകത്തിൽ ഒരു വലിയൊരു വസ്തു വന്ന് വീണതായുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നത്. ഇത് വീണ്ടും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ദാൽ തടാകത്തിൽ കശ്മീർ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള പ്രദേശത്തു നിന്നും ഒരു വലിയ ലോഹവസ്തു കണ്ടെത്തി. അത് മിസൈലിൻ്റേതാണ് എന്ന് സംശയിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്ത പാക് മിസൈലിൻ്റേതാണ് ഈ ലോഹഭാഗങ്ങൾ എന്നാണ് സംശയിക്കുന്നത്. കരസേനയുടെയും ഫോറൻസിക് ടീമിൻ്റെയും വിദഗ്ധർ ഇത് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ ഉച്ചയോടെയാണ് വീണ്ടും സ്ഫോടന ശബ്ദം ഉണ്ടായത്. അത് ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ പരിസരത്തു നിന്നായിരുന്നു. ശ്രീനഗർ ഓൾഡ് വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് സമീപം ആക്രമണം നടത്താൻ ശ്രമിച്ച പാക് ഡ്രോൺ തകർന്നു വീണ ശബ്ദമായിരുന്നു. 2 തവണയാണ് ഇന്ന് പകൽ ശ്രീനഗറിൽ ഇത്തരത്തിലുള്ള സൈറനുകൾ, അപായ സൈറനുകൾ മുഴങ്ങിയത്. ഇന്നലെ രാത്രി പൂർണ്ണമായും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. രാവിലെ ഉണ്ടായ സ്ഫോടന ശബ്ദത്തിന് പിന്നാലെ വീണ്ടും വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രീനഗറിൽ വൈദ്യുത ബന്ധം താറുമാറായ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. എന്നാൽ ശ്രീനഗറിന് പുറത്തു നിന്നും അല്ലെങ്കിൽ ജമ്മു കശ്മീരിന് പുറത്തു നിന്നും ഇവിടെ എത്തിയ ആളുകൾ, അവർ വ്യാപാരികൾ അടക്കമുള്ളവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഉന്മേഷ്, അതോടൊപ്പമുള്ള ഒരു വിഷയം എന്നുള്ളത് ഈ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് കുപ്വാര, ഉറി, ബാരാമുള്ള അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ രക്ഷ തേടി അവിടെയുള്ള ആളുകൾ എത്തുന്നത് ശ്രീനഗറിലും ബാരാമുള്ളയിലുമുള്ള അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ശ്രീനഗറിലേക്കും ഇത്തരത്തിലുള്ള ആക്രമണം വ്യാപിച്ചിരിക്കുന്നത്. ഇതവർ ഒരിക്കലും പ്രതീക്ഷിച്ച ഒന്നല്ല. കാരണം ആകാശത്ത് തുടർച്ചയായി പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് എന്ന് അവർക്ക് വ്യക്തമാകുമ്പോൾ ആത്മവിശ്വാസം വരുന്നുണ്ട്. എങ്കിലും ഒരു ആശങ്ക ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അത് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നുമുണ്ട്. അതിർത്തി മേഖലകളിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഉന്മേഷ്, ഉച്ചവരെ ഇന്ന് ഷെല്ലിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുപ്വാര, ഉറി അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായ ഷെല്ലിംഗ് നടക്കുകയാണ്. അവിടെ ഷെല്ലേൽക്കാത്ത വീടുകളില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് അറിഞ്ഞ് തന്നെ പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു നടപടിയാണ്. വലിയ ആഘാതം, ആൾനാശമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുന്നത്. ഉന്മേഷ്.